യുവതിയെയും കുടുംബത്തെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടെന്ന ആരോപണത്തിൽ കണ്ണൂർ മുൻ SHO ശ്രീജിത്ത് കോടിയേരിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ. കണ്ണൂർ ചൊവ്വ സ്വദേശിനിയുടെ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് തള്ളിയെന്ന അന്വേഷണം മനുഷ്യാവകാശ കമ്മീഷന്റെ ആഭ്യന്തര വിഭാഗമാണ് പരിശോധിക്കുക. സെപ്റ്റംബറിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ശാലിനിയാണ് വിവരങ്ങൾ നൽകുന്നത്. ശാലിനി, ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയം ഏറ്റെടുക്കുവാനുള്ള കാരണം എന്താണ്? പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസ് ഏറ്റെടുക്കുകയായിരുന്നു. ഗൗതം, നിരന്തരമായി കണ്ണൂർ മുൻ SHO ശ്രീജിത്ത് കൊടേരിക്കെതിരെ ഈ കുടുംബം പരാതികൾ ഉന്നയിച്ചിരുന്നു. പോലീസിന് മുൻപാകെയും ഒക്കെ സമീപിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പരാതി എത്തുന്നത്. ഈ പരാതിയുടെ വിശദാംശങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സിറ്റിംഗ് നടന്നത്. ഈ സിറ്റിങ്ങിലാണ് നിർണായകമായിട്ടൊരു നടപടി ഇപ്പോൾ ശ്രീജിത്ത് കൊടേരിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ നടപടികൾ, അതായത് ഒരു കുടുംബത്തെ, ചൊവ്വ സ്വദേശിനിയായിട്ടുള്ളൊരു കുടുംബത്തെയാണ് ഇദ്ദേഹം നിരന്തരം വേട്ടയാടിയതെന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന കണ്ണൂർ ചൊവ്വ സ്വദേശിനിയെയും അവരുടെ കുടുംബത്തെയും ആണ് ഈ മുൻ SHO ശ്രീജിത്ത് കൊടേരി മാനസികമായി പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പരാതിയായി ഉയർന്നിട്ടുള്ളത്. ഈ പരാതിയിലാണ് അന്വേഷണം IG-യുടെ നേതൃത്വത്തിൽ, അതായത് മനുഷ്യാവകാശ കമ്മീഷന്റെ തന്നെ അന്വേഷണ വിഭാഗമുണ്ട്. ആ അന്വേഷണ വിഭാഗത്തിൻ്റെ IG തന്നെ ഈ കേസ് അന്വേഷിക്കണം, അടിയന്തരമായി തന്നെ റിപ്പോർട്ട് സെപ്റ്റംബറിൽ തന്നെ നൽകണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഫയൽ പരിശോധിക്കുമ്പോൾ പറഞ്ഞത്. അത് മാത്രമല്ല, നിരന്തരമായി തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കേസിനായി സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഭർത്താവിനെ മറ്റൊരിടത്തേക്ക് മാറ്റി നിർത്തി റൂമിലേക്ക് വിളിച്ചു വരുത്തി മോശമായ രീതിയിൽ അസഭ്യ രീതിയിൽ സംസാരിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ മുൻ SHO ശ്രീജിത്ത് കൊടേരിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ജൂലൈ 16 കണ്ണൂരിൽ നടന്ന സിറ്റിംഗിൽ നേരിട്ട് ഇതിലെത്തി വിശദാംശങ്ങൾ നൽകാനും വിശദീകരണം നൽകാനും ഈ മുൻ SHOയോട് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞതാണ്. പക്ഷേ അന്ന് അദ്ദേഹം അത് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഹാജരായിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഈ കേസ് റെക്കോർഡുകൾ പരിശോധിച്ച മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത മകൾക്ക് അടക്കം സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതായി ഈ പരാതിയിൽ പറയുന്നുണ്ട് ഈ പരാതിക്കാരി. ഒപ്പം തന്നെ പരാതിക്കാരിക്കും ഭർത്താവിനും കോടതി ജാമ്യം നിഷേധിച്ച ഉടൻ തന്നെ കോടതി ഉത്തരവ് ലഭിക്കുന്നതിന് മുൻപ് നോട്ടീസ് പോലും നൽകാതെ സമൂഹ മാധ്യമങ്ങളിലും കണ്ണൂർ ടൗണിലും SHO ഒപ്പിട്ട ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി എന്നുള്ള ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല, തള്ളിവിട്ടു എന്ന വിഷയത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കണ്ണൂർ മുൻ SHOയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിന് മുൻപ് ഇതിന്റെ ആദ്യ റിപ്പോർട്ട് സമർപ്പിക്കും. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.